ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കടം അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ നൈറ്റ് ഒന്നും ഓടണ്ടെന്നും തൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ടെന്നും രേവതി പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, അതെന്ത് ഐഡിയ രേവതി? അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ കല്യാണ മണ്ഡപത്തിലേക്ക് പൂ കൊണ്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാറില്ലേ, അതെനിക്ക് കിട്ടുമോ എന്നൊക്കെ അറിയാവുന്ന മണ്ഡപത്തിലൊക്കെ പോയി ഞാൻ ചോദിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഈ ഐഡിയ കൊള്ളാലോ എന്നൊക്കെ സച്ചി സമ്മതിക്കുന്നുണ്ട്. ഈ മണ്ഡപത്തിലൊക്കെ പോയി കാണിക്കുമ്പോഴേ അവർക്ക് ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് പൂ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിരുന്നതിന് ശേഷം രേവതിയെ നോക്കി പറയുന്നുണ്ട്, എന്തൊരു ഐഡിയ രേവതി, ഇത് സൂപ്പർ ഐഡിയ എന്ന്. നമുക്കിങ്ങനെ പടിപടിയായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാം, ഈ ഐഡിയ ഏതായാലും കൊള്ളാം എന്നൊക്കെ സച്ചി സമ്മതിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനെ സച്ചിയേട്ടാ ഓർഡറൊക്കെ കിട്ടുമോയെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നടക്കും രേവതി, ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നിനക്ക് ഓർഡറുകളൊക്കെ കിട്ടും, എനിക്കറിയാവുന്നവരോടൊക്കെ ഞാനും പറയാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. രേവതിക്ക് കൈയൊക്കെ കൊടുത്ത് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. രേവതിയും ഒരുപാട് പ്രതീക്ഷയിലാണ്. രേവതി ഇങ്ങനെ ആകാശമൊക്കെ നോക്കി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കഴിയുവാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓടി ബാമയുടെ വീട്ടിലോട്ട് പോവാണ്. കാരണം ചന്ദ്രയുടെ മനസ്സ് മാറാനുള്ള കാരണം എന്തെന്ന് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ശ്രുതി ബാമയുടെ വീട്ടിലെത്തുവാണ്. ബാമ ശ്രുതിയെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി മോൾ എന്താ ഇങ്ങോട്ടേക്ക്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ ആൻറ്റി, എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ലെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ബാമ പറയും, ഹേയ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, നീയും എൻ്റെ മോളല്ലേ എന്നൊക്കെ ബാമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി വരുന്ന ടൈമിൽ ബാമ അവിടുത്തെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുവേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കിവിടെ ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അപ്പോൾ ആ വഴി ആ പണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ ബാമ ആൻറ്റിയും കൂടി കണ്ടിട്ട് പോകാൻ ഓർത്ത് വന്നതാന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കും, ഇവിടെ സഹായത്തിന് ആളില്ലേ, പിന്നെ ബാമ ആൻറ്റി എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അവർ നാട്ടിലോട്ട് പോയിരിക്കുക, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അപ്പോൾ പിന്നെ ഈ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് വയ്യാത്തല്ലേ, പ്രഷറും ഷുഗറും എല്ലാ അസുഖങ്ങളും ഉള്ളതല്ലേ, ഹെൽത്തൊക്കെ നോക്കിക്കൂടെ എന്ന് പറയുമ്പോഴേക്കും ബാമ പറയും, എന്ത് ചെയ്യാനാ മോളെ, ചെയ്യാതെ വേറെ നിവർത്തിയില്ലല്ലോ, എനിക്ക് നല്ല തലവേദനയും മേലുവേദനയും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ കിട്ടിയ അവസരം മുതലാക്കുവാണേ. തലവേദന, അപ്പോൾ ബാമ ആൻറ്റിക്ക് ഒരു മസാജ് ചെയ്തു കൊടുക്കാം, മസാജിങ്ങിലൂടെ സോപ്പിട്ട് ബാമ ആൻറ്റിയിൽ നിന്നും ആ രഹസ്യം എനിക്കറിയാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് ശ്രുതിയുടെ അടുത്ത തന്ത്രം പ്രയോഗിക്കുന്നത്. തലവേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആൻറ്റി, വാന ആൻറ്റിക്ക് ഹെഡ് മസാജ് ചെയ്തു തരാമെന്ന് ശ്രുതി പറയുവാണേ. അപ്പോൾ ബാമ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ആ ചന്ദ്ര എങ്ങാനും പറഞ്ഞാൽ എൻ്റെ മരുമോളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ബാമാൻറ്റി എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ഞാൻ കാണുന്നുള്ളൂ, ബാമാൻറ്റി വാ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ബാമയെ ഒരു ചെയറിലിരുത്തിയിട്ട് ശ്രുതി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുവാണ്. ബാമ പറയുന്നുണ്ട്, എത്ര നാളായി ഇതുപോലെ മസാജൊക്കെ ചെയ്തിട്ടെന്നറിയോ, നിന്റെ കൈ ഒന്ന് തൊട്ടാൽ മതി എൻ്റെ തലവേദനകളൊക്കെ മാറും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ബാമാൻ്റെ നല്ല സ്ട്രെസ്സിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാമ പറയുന്നുണ്ട്, എങ്ങനെ സ്ട്രെസ്സില്ലാതിരിക്കും മോളെ, നിന്റെ അമ്മായിയമ്മ വേറെ ഇവിടെ വന്ന് നിന്ന് അവളുടെ സ്ട്രെസ്സും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ച് തരുമായിരുന്നു, ഡെയിലി എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് എനിക്കും കൂടി തലവേദനയാണെന്നൊക്കെ ബാമ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ശ്രുതി പറയുവാണേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ട്, പിന്നെ ആൻറ്റി എന്തെങ്കിലും പറയുമെന്ന് ഓർത്തിട്ടാ ഞാൻ വരാത്തതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാമ പറയുന്നുണ്ട്, ചന്ദ്ര പണ്ടേ അങ്ങനെയാ, എല്ലാത്തിലും ആത്മാഭിമാനവും കുറച്ചിലും ഒക്കെ കാണുന്നവളാ, അവളുടെ സ്വഭാവം അങ്ങനെയാ മോളെ, മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാ, ചന്ദ്ര ആൻറ്റി പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് റൂഡായിട്ടാണ് സംസാരിക്കാറ്, പക്ഷെ ബാമ ആൻറ്റി അങ്ങനെയല്ല, എന്തൊരു സോഫ്റ്റാ, എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ നല്ല കെയറിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാമ ആൻറ്റി എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ബാമ ശ്രുതിയുടെ ഷോപ്പിങ്ങിൽ വീണ് പോവാണ്. ചിരിച്ച് നല്ല സന്തോഷത്തിലിരിക്കുവാണ് ബാമ. പക്ഷേ ഇതൊന്നും എൻ്റെ മോനോ മരുമോൾക്കോ മനസ്സിലാവുന്നില്ലല്ലോ, അവൾ ഓരോന്നും പറഞ്ഞ് എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റി. പക്ഷെ ചന്ദ്ര അങ്ങനെയല്ല, ചന്ദ്രയ്ക്ക് 3 നല്ല മരുമക്കളെയാണ് കിട്ടിയിരിക്കുന്നത്, അവരുടെ സ്നേഹം മനസ്സിലാക്കാതെയാണ് അവൾ ജീവിക്കുന്നത്, ഇപ്പോൾ തന്നെ വഴക്കിട്ടിട്ട് കണ്ടില്ലേ ഇവിടെ വന്ന് നിന്നതെന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും ശ്രുതി അവസരം മുതലാക്കുവാണ്. കാരണം ടോപ്പിക്ക് അതിലോട്ട് എത്തിയല്ലോ. ആൻറ്റി ഇത്രയും പെട്ടെന്നൊന്നും വീട്ടിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല, എങ്ങനെ ആൻറ്റിയെ സമാധാനിപ്പിച്ചുകൊണ്ടും തിരിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ഓർത്തത്, പക്ഷേ ഇതേ പെട്ടെന്നൊരു ദിവസം കയറി വന്നിരിക്കുന്നു. ഞാൻ ഓർത്തു രേവതിയുടെ വീട്ടുകാരോടുള്ള ദേഷ്യം കാരണമൊന്നും ആൻറ്റി വീട്ടിലോട്ട് തിരിച്ചു വരത്തേയില്ലെന്ന് പറയുവാണ് ശ്രുതി ബാമയോട്. ബാമയുടെ വായന എന്തെങ്കിലും വീഴുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് മസാജിങ്ങിൻ്റെ ഇടയിൽ. അപ്പോൾ ശ്രുതി എന്നിട്ട് വീണ്ടും തുടരുവാണ്, എന്തായാലും ദൈവം ആൻറ്റിയുടെ മനസ്സ് മാറ്റി, ആൻറ്റി തിരിച്ച് വീട്ടിലോട്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ ബാമ ആ
മസാജിലും മുഴങ്ങിയിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുവാണേ. ദയവായിട്ടല്ല ചന്ദ്രയുടെ മനസ്സ് മാറ്റിയത്, വക്കീൽ കൊടുത്ത 2 ലക്ഷം രൂപയാണ് ചന്ദ്രയുടെ മനസ്സ് മാറ്റിയതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. 2 ലക്ഷം രൂപയോ? ആൻറ്റി എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ഭാമ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുവേ. ഹേ ഒന്നുമില്ല മോളെ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭാമ. അപ്പോൾ ശ്രുതി പറയും, കണ്ടോ എന്നെ മോളെ പോലെയാ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടൊരു കാര്യവും പറയില്ലല്ലേ ഭാമ ആൻറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാമ പറയും, അതല്ല മോളെ, ചന്ദ്ര ആരോടും പറയരുതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിന് ചന്ദ്ര ആൻറ്റി എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭാമ ആൻറ്റി പറഞ്ഞില്ലെങ്കിലും ചന്ദ്ര ആൻറ്റി തന്നെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ എന്താ കുഴപ്പം, എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാമ പറയും, അതും ശരിയാ, ചന്ദ്രയ്ക്ക് പ്രിയപ്പെട്ട മരുമോളല്ലേ നീ, അവൾ എന്തായാലും ഈ കാര്യം നിന്നോട് പറയും എന്നൊക്കെ ഭാമയും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ പറ, എന്താ ഈ 2 ലക്ഷം, വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തോ ചന്ദ്ര ആൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, മോളെ, രേവതിയുടെ അനിയൻ്റെ കേസ് നോക്കുന്ന വക്കീൽ ഇവിടെ വന്നായിരുന്നു, കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ കാശ് തരാം എന്നൊക്കെ പറഞ്ഞു. കാശെന്ന് കേട്ടാൽ പിന്നെ നിൻ്റെ ആൻറ്റി വെറുതെ ഇരിക്കില്ലല്ലോ, അതിൽ വീഴുക തന്നെ ചെയ്തു നിൻ്റെ ആൻറ്റി, അങ്ങനെ ആ മനസ്സ് മാറിയത്. അതും ഇതും പറഞ്ഞ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയാ ചന്ദ്ര മേടിച്ചതെന്നൊക്കെ ഭാമ പറയുവാണ്. ശ്രുതി ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. അങ്ങനെയാണ് അപ്പോൾ ചന്ദ്ര ആൻറ്റിയുടെ മനസ്സ് മാറിയതല്ലേ. പക്ഷേ ഇതെങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അടുത്ത ഒരു ഇത് പ്രയോഗിക്കുവാണേ ശ്രുതി. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ആൻറ്റിക്ക് ശരത്തിൻ്റെ അടുത്ത് അത്രയും ദേഷ്യമായിരുന്നില്ലേ, എന്തായാലും ജയിലിലിടും എന്നൊക്കെയാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ കാശ് മേടിച്ച് കേസ് പിൻവലിക്കോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഭാമ ആൻറ്റി വെറുതെ പറയുവാണോ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത്, ശരിക്കും വക്കീൽ 2 ലക്ഷം രൂപ തന്നു, അതിലാണ് ചന്ദ്ര ആൻറ്റിയുടെ മനസ്സ് മാറിയെന്നൊക്കെ ഭാമയും പറയുന്നുണ്ട്. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, ആ കാശ് ഇവിടെയാ ചന്ദ്ര സൂക്ഷിച്ചിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി ഭാമയുടെ മുറിയിലോട്ട് പോവാണ്. അങ്ങനെ ശ്രുതിയുടെ ചതിയിൽ ഭാമ വീണ് എല്ലാ സത്യങ്ങളും ശ്രുതിയോട് തുറന്നു പറഞ്ഞിരിക്കുവാണ്. തുറന്നു പറഞ്ഞതും പോരാനിട്ട് ഇനി ആ കാശ് വെച്ച സ്ഥലം കൂടി ഭാമ കാണിച്ചു കൊടുക്കാൻ പോവാണ് ശ്രുതിക്ക്. അലമാരയിലിരിക്കുന്ന 2 ലക്ഷം രൂപ ഭാമ എടുത്തിട്ട് ശ്രുതിക്ക് മുമ്പിൽ കാണിച്ചു പറയുന്നുണ്ട്, ദേ കണ്ടോ, ഇതാണ് വക്കീൽ കൊടുത്ത കാശ്, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിന്റെ ആൻറ്റി പോയതെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അപ്പോൾ ഈ 2 ലക്ഷം രൂപ തന്നെ ചന്ദ്ര ആൻറ്റിയുടെ മനസ്സ് മാറാനുള്ള കാര്യം. എന്നിട്ട് ഒന്നുമില്ലാത്ത പോലെ ശ്രുതി പറയുന്നുണ്ട്, ഭാമ ആൻറ്റി കള്ളം പറയൂല എന്ന് എനിക്കറിയാം, പക്ഷെ ചന്ദ്ര ആൻറ്റി ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, നിന്റെ ആൻറ്റിയെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല മോളെ. അപ്പോൾ എന്തായാലും ആൻറ്റി ഈ പൈസ സൂക്ഷിച്ചു വെച്ചോ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിൽ നിന്നും ഇറങ്ങുവാണേ. അപ്പോൾ ഭാമ അതേപോലെ തന്നെ ക്യാഷ് ആ അലമാരയുടെ ഉള്ളിൽ വെച്ചിട്ട് ലോക്കൊക്കെ ചെയ്തിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് പോവാണ്. ശ്രുതി പറയും, എന്തായാലും ആൻറ്റി തിരിച്ച് വീട്ടിലോട്ട് വന്നല്ലോ, അതെന്നെ വലിയ സന്തോഷം, തലവേദനയൊക്കെ ഇപ്പോൾ കുറവില്ലെന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, കുറവുണ്ട് മോളെ, പിന്നെ ഈ വിവരം ചന്ദ്രയായിട്ട് തന്നെ നിന്നോട് പറഞ്ഞാലും ഞാനിത് നിന്നോട് പറഞ്ഞ കാര്യം അവളെ അറിയിക്കരുത്, പിന്നെ എൻ്റെ തല വെട്ടിക്കളയോ അവളെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ആൻറ്റി എന്നോട് ഈ വിവരം പറഞ്ഞത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, പോരെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും ഇറങ്ങുവാണേ. വലിയൊരു ചതി മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണ് ശ്രുതി തൻ്റെ വീട്ടിലോട്ട് വന്നതെന്ന് ഭാമ തിരിച്ചറിയുന്നില്ല, പാവം. പിന്നെ കാണിക്കുന്നത് രേവതി സച്ചിയുടെ കണ്ണും പൂട്ടി ഹോളിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്നെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രേവതി സച്ചിക്കായിട്ടൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ആ പൂ കൊണ്ട് ഹോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐഡിയയില്ലേ, അതിൻ്റെ ഒരു ഡെമോ രേവതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ആ ഡെമോയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും സച്ചിയുടെ കണ്ണൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. സച്ചി അത് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. എന്തൊരു അടിപൊളിയാ രേവതി, അടിപൊളിയായിട്ട് നീ ഈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിക്കും ഒരു ഹോളിൽ ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും, നല്ല കഴിവുള്ളവളാ നീ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് സച്ചി. ഇനി നിനക്ക് കൈ നിറയെ ഓർഡറുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ ഡെമോയുടെ ഫോട്ടോ ഒക്കെ എടുക്കുവാണേ. അപ്പോൾ വർഷ കയറി വരുവാണ്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്താ ഇത്, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, വർഷേ ഈ കല്യാണ ഹോളിൻ്റെയൊക്കെ ഈ ഡെക്കറേഷൻ ഓർഡറൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഇങ്ങനെ ഹോളിലൊക്കെ ഈ ഡെമോ കൊണ്ടുപോയി കാണിക്കാലോ എന്നൊക്കെ ഓർത്തിട്ടാ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, എന്തായാലും സൂപ്പറായിട്ടുണ്ട് രേവതി ചേച്ചി, ഇത് ഇനി ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലൊക്കെ കൊണ്ടുപോയി കാണിക്കണം വർഷ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇത് ഒരു ഓർഡറിന് ഓക്കെയാ, പക്ഷേ എല്ലാ മണ്ഡപങ്ങളിലും രേവതി ചേച്ചിയുടെ ഈ ഡെക്കറേഷൻ ഐഡിയാസ് പോകണം എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് ചെയ്യണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, മാർക്കറ്റിംഗ് ചെയ്യണമെന്നോ, അതെങ്ങനെയാ? അതായത് ഓൺലൈനിൽ നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും കാണുന്ന വിധത്തിൽ പോസ്റ്റ് ചെയ്യണം, ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും, അതിന് ഞങ്ങൾക്ക് അതിൽ ഒന്നും ഇല്ലല്ലോ, ഐഡിയോ വെബ്സൈറ്റോ, അതൊക്കെ എന്തോ ഓപ്പൺ ചെയ്യേണ്ട വർഷ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ
പറയുന്നുണ്ട് അതിന് ഞാൻ സഹായിക്കാം രേവതി ചേച്ചിയെ. സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി. രേവതി ചേച്ചി അങ്ങോട്ട് വൈറലാവും. പിന്നെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യേണ്ട ആൾക്കാർ രേവതി ചേച്ചി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് വരും എന്നൊക്കെ പറയുവാണ് വർഷ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ ഐഡിയ കൊള്ളാലോ. അപ്പോൾ രേവതി പറയും ഇതൊക്കെ വേണോ സച്ചി ഏട്ടാ? പിന്നെ വേണ്ടേ, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വർഷേ എൻ്റെ ഫോണിൽ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഞാൻ അതൊക്കെ വർഷക്ക് അയച്ചു തരാം. അപ്പോൾ വർഷ പറയും ഇതിൻ്റെ മാത്രം ഫോട്ടോസ് പോരാ, രേവതി ചേച്ചിയുടെ ഫോട്ടോയും എടുക്കണം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും എൻ്റെ ഫോട്ടോയോ, അതെന്തിനാ? അപ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചിയല്ലേ ഇത് തുടങ്ങാൻ പോകുന്നത്, അപ്പോൾ രേവതി ചേച്ചിയുടെ ഫോട്ടോയും കൂട്ടത്തിൽ വെക്കണം എന്നൊക്കെ പറയുവാണ്. ഈ ഡെമോ മാത്രം വെച്ചിട്ട് കാര്യമില്ല രേവതി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷേ എൻ്റെ ഫോട്ടോയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വർഷ സമ്മതിക്കുന്നില്ലേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, രേവതി ചേച്ചി പോയി റെഡിയായിട്ട് വാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും വർഷേ അങ്ങനെ റെഡിയായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സാരികളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് സാരിയല്ലേ, അത് ഞാനിപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകാൻ പോകുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടാ പോയി പുതിയതൊന്നും മേടിക്കാൻ നിൽക്കണ്ട, ഞാനിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, അപ്പോൾ ഞാൻ മേടിച്ച സാരികളുടെ കൂട്ടത്തിൽ നിന്നും ഒരെണ്ണം രേവതി ചേച്ചി എടുത്ത് കൊടുക്ക്, അതെടുത്തിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല വർഷ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. വർഷ വിടുന്നില്ല, ആ കൂട്ടത്തിൽ നിന്നും നല്ല ഒരു അടിപൊളി സാരി എടുത്ത് രേവതിക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പോയി റെഡിയായിട്ട് വാന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിടുവാണ് മുറിയിലോട്ട്. വർഷയും കൂടെ പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വർഷ മുറിയുടെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യ് സച്ചി ഏട്ടാ ഇപ്പോൾ വരും എന്ന് പറയുവാണ്. രേവതി അപ്പോൾ കുറച്ച് നാണത്തോടെയൊക്കെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാണേ. രേവതിയെ കണ്ട് സച്ചി അങ്ങനെ വാബിളിച്ച് നിൽക്കുവാണ്. കാരണം അടിമുടി മാറിപ്പോയിരിക്കുവാണ് രേവതി. മുടിയൊക്കെ വേറെ സ്റ്റൈലിൽ കെട്ടി സച്ചി ഇങ്ങനെ വളരെ സന്തോഷത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വർഷയും പാലറേട്ടത്തിയെ പോലെ തന്നെയാണല്ലോ, അടിമുടി മാറ്റിക്കളഞ്ഞല്ലോ രേവതിയെ, കൊള്ളാൻ രേവതി അടിപൊളിയായിട്ടുണ്ട്, ഈ പരസ്യത്തിലൊക്കെ വരുന്ന പെണ്ണിനെ പോലെയുണ്ട് ഇപ്പം നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പുകഴ്ത്തുവാണേ സച്ചി. രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നാണം വരുവാണേ. ഒന്ന് വെറുതെ ഇരി സച്ചി ഏട്ടാ, എനിക്ക് നാണം വരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അന്നാ ഈ നാണത്തോടെ തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം, വർഷേ എൻ്റെ രേവതിയുടെ ഒരു ഫോട്ടോ എടുത്ത് തന്നെയെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ നല്ല സ്റ്റഡി വടിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി എന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണോ? നല്ല സ്റ്റൈലിലൊക്കെ നിൽക്ക് രേവതി ചേച്ചി, ഇനി റാമ്പ് വോക്കൊക്കെ നടത്തിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും എനിക്കതൊന്നും അറിയില്ല വർഷ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും എന്തറിയില്ലെന്ന്, അതൊക്കെ വർഷ പഠിപ്പിച്ചു തരും. വർഷ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരെയും ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി ചേർന്ന് നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് വർഷേ ഇനി വീഡിയോ എടുക്ക്, രേവതി ഞാൻ പറയുന്നത് പോലെ നീ പറയണം കേട്ടോ, കല്യാണം വിവാഹ പാർട്ടികൾ അതുപോലെ തന്നെ പിറന്നനാൾ ഇതിനൊക്കെ കുറഞ്ഞ വിലയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു കൊടുക്കും, ഇത് പറ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷേനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുവാണേ. അപ്പോൾ രേവതി പറയും വർഷേ എനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ എന്ന് പറയുമ്പോൾ സച്ചി പറയും എന്ത് ചമ്മൽ പറ രേവതി എന്ന് പറയുമ്പോൾ രേവതി അതുപോലെ തന്നെ പറയുന്നുണ്ട്. വർഷ ഇതൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്ത് തരാം, നല്ല അടിപൊളിയാക്കി തരാം എന്ന് പറയുമ്പോൾ സച്ചി പറയും ശരി വർഷേ, പിന്നെ നേരത്തെ എന്തോ ഒരു നടക്കാനൊക്കെ രേവതിയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും സച്ചിയേട്ടാ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നോക്കുമ്പോഴേക്കും സച്ചിയും വർഷയെ സമ്മതിക്കുന്നില്ലേ, ഇങ്ങോട്ട് വാ രേവതി ചേച്ചി ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി വർഷ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ ഓഫീസ് കടയിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കോള് വരുവാണ്. വിളിക്കുന്നത് വേറെ ആരുമല്ല ആൻ്റണിയാണ്. വിളിക്കുന്നത് വേറൊന്നിനുമല്ല പൈസക്ക് വേണ്ടിയിട്ട്. ശ്രുതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഇതുവരെ പൈസ റെഡിയായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻ്റണി എനിക്ക് കുറച്ച് സമയം എന്താ, എനിക്ക് പൈസ റെഡിയായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് സമയം എത്ര വേണമെങ്കിലും എടുത്തോ, പക്ഷെ അയാൾക്ക് അധികം സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും അയാൾ ചത്തുപോകും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻ്റണി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ, പിന്നെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, സീരിയസ് ആയിട്ടോണ്ടിരിക്കും അയാളുടെ കണ്ടീഷൻ, നിങ്ങൾ എന്താ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്, ദേ ഇയാളെങ്ങാനും ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ 2 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കും എന്നല്ല ചിന്തിക്കേണ്ടത്, ഇയാളെ കുഴിച്ചിടണോ അതോ കത്തിക്കണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല ശ്രുതി ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, എന്തായാലും ഇയാൾ ചത്തു കഴിഞ്ഞാൽ പോലീസ് എന്നെ പിടിക്കും, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിന്റെ പേര് പറഞ്ഞു കൊടുക്കും, നീ അങ്ങനെ ഒറ്റക്ക് സുഖിക്കണ്ട, ഞാൻ എന്തായാലും നിന്നെ പെടുത്തും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട് ഞാൻ പൈസ ഒപ്പിച്ച് തരാം, ഒന്ന് വെയിറ്റ് ചെയ്യുക ആൻ്റണി എന്ന് പറയുമ്പോഴേക്കും നീ പൈസ ഒപ്പിച്ച് വരുമ്പോഴേക്കും ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും,
തട്ടിപ്പോയ ഇയാളുടെ ഡെഡ് ബോഡി ഞാൻ നിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വേറെ നാട്ടിലോട്ട് നാട് കടന്നു പോവുകയും ചെയ്യും. പെടാൻ പോകുന്നത് നീ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓക്കെ ആൻ്റണി, എത്രയും പെട്ടെന്ന് ഞാൻ പൈസ കൊണ്ടുവരാം. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പെടുത്തുകയോ ഒന്നും വേണ്ട. പൈസ റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണേ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈ ആൻ്റണി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ 2 ലക്ഷം രൂപയ്ക്ക് ഞാനിപ്പോൾ എവിടെ പോവാനാ? അപ്പോൾ ആലോചിക്കുമ്പോഴേക്കും ബാമ ആൻറ്റി ആ അലമാരയിൽ നടത്ത 2 ലക്ഷം രൂപ മനസ്സിൽ പോവുകയാണേ. വേറെ വഴിയൊന്നുമില്ല, ആ പൈസ മോഷ്ടിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഉറപ്പിച്ചിട്ട് ശ്രുതിയുടെ ഷോപ്പിൽ നിന്നും ഇറങ്ങുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.